ഇന്നത്തെ നോമ്പിന് നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചാൽ കഴിക്കാനായിട്ട് ഭയങ്കര പാടാട്ടോ. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന ദിവസങ്ങളിൽ എല്ലാം ചിലവാകും. അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം, പപ്പായ, തണ്ണിമത്തൻ, പൈനാപ്പിൾ, മുന്തിരി, പിന്നെ ഈത്തപ്പഴം, മാതളം, നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും എടുക്കാം കേട്ടോ. ഓറഞ്ച് ഒഴിച്ച് ബാക്കിയെല്ലാം എടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പോൾ എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ മാങ്ങ കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. കഴിഞ്ഞ വർഷമെല്ലാം മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതും കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് പാലോ കസ്റ്റാർഡ് പൗഡറോ ഐസ്ക്രീമോ ഒന്നും വേണ്ട. ഇത് അരിഞ്ഞെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എന്തായാലും ഇത് എപ്പോഴും ഉണ്ടാക്കും. പിന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെക്കുമ്പം ഭയങ്കര പ്രിയമായിരിക്കും. പിന്നെ 2-3 ദിവസം കൊണ്ട് കഴിയുന്ന ഉടനെ എല്ലാം അതേപോലെ വെച്ചേക്കും. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ചിലവാകും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇത് വീട്ടിലെ എല്ലാവർക്കും. അപ്പം പഴവും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് ഈത്തപ്പഴം ചേർക്കണം കേട്ടോ. ഞാൻ 7-8 ഈത്തപ്പഴമാണ് ചേർത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈത്തപ്പഴം ചേർക്കാം കേട്ടോ. എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 3-4 വലിയ തണ്ണിമത്തൻ എടുത്തിട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മധുരമുള്ളതല്ല എല്ലാം. അതുകൊണ്ട് പഞ്ചസാര വേണ്ട. എന്നാലും ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളമില്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നിങ്ങളിത് കണ്ടിട്ട് പോവാതെ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും നോമ്പായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഫ്രൂട്ട്സ് എല്ലാം കാണും. അപ്പം എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് കൊള്ളാവോ ഇല്ലയോ എന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണേ. താഴത്തല്ല, ഫ്രീസറിൽ തന്നെ വയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് മുറിക്കാനായിട്ടുള്ളതാണെങ്കിൽ അതനുസരിച്ച് ഒരു 2 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. പിന്നെ കൂടുതൽ പെട്ടെന്ന് ഐസാവുന്ന ഫ്രീസറാണെങ്കിൽ അതനുസരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതുപോലെ കുഴഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. ഫ്രീസറിൽ വെച്ചാലാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തണ്ണിമത്തന് കുറച്ച് ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കിരികിര എന്നുള്ള കടിയും ഒക്കെ കാണും. അപ്പോൾ ചില പിള്ളേർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ.